എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരല്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇറാനിൽ ഈ ബുർഖ ധരിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരിയായ വിദ്യാർത്ഥിനി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഈ പെൺകുട്ടിയെ ഇറാനിലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതിക്രൂരമായി ഉപദ്രവിച്ചു. ശേഷം ഈ കുട്ടിക്ക് മാനസിക ആരോഗ്യം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്താശുപത്രിയിലാക്കി എന്നുള്ള വാർത്തകൾ വരെ നമ്മൾ കണ്ടിരുന്നു. ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതെങ്കിലും ഒരാൾ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെയും മരിച്ച ചരിത്രം മാത്രമേ നമുക്ക് അറിയാവുന്നതുള്ളൂ ലോകരാഷ്ട്രങ്ങൾക്ക്. പക്ഷേ അതിഭീകരമായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര ആഭ്യന്തര ഇടപെടൽ കൊണ്ട് ഇറാനിൽ ആ പെൺകുട്ടിയെ ഇന്ന് മതഭരണകൂടം വെറുതെ വിട്ടിരിക്കുകയാണ്, സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. അതായത് ഒടുക്കം അടിവസ്ത്ര പ്രതിഷേധം അതുപോലെ വളരെ അതിതീവ്രമായ പ്രതിഷേധ സമരമാർഗവുമായി എത്തിയ പെൺകുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി, ആ കുട്ടി സ്വതന്ത്രയായിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത. അതിനുവേണ്ടി ആഗോള മനുഷ്യാവകാശ സംഘടനകൾ നടത്തിയ ഇടപെടലിന് ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ഈ അർദ്ധനഗ്നയായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ച യുവതിയെ വിട്ടയച്ചതായി അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവരുടെ പേരിലുള്ള യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും ഒന്നും തന്നെ ചുമത്തിയിട്ടില്ലെന്ന് ഈ ജുഡീഷ്യറിയുടെ സ്പോക്സ്മാൻ ആയിട്ടുള്ള വക്താവായിട്ടുള്ള അസ്ഗർ ജഹാംഗീർ അറിയിച്ചു. സ്ത്രീകൾ ഹിജാബ് ധരിച്ച് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന ഈ മതഭരണകൂടത്തിൻ്റെ ഈ കർശന നിലപാടിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണെന്ന് അഹു ദറിയായി എന്ന വിദ്യാർത്ഥിനിയാണ് ഈ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നീങ്ങിയത്. ഈ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. നമുക്കറിയാം, അസീജ മിലീഷ്യ എന്ന പോലീസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. പോലീസ് അഹു ദറിയായിയെ തുടർന്ന് ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി. യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് അർദ്ധനഗ്നയായി നടന്നതെന്നാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ സ്ത്രീകൾ ഹിജാബ് ധരിച്ചു മാത്രമേ പൊതു ഇടങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന മതഭരണകൂടത്തിന്റെ കർശന നിലപാടിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് വിദ്യാർത്ഥിനിയായ യുവതി അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ടെഹ്റാനിലെ ഈ ഇസ്ലാമിക് ആസാദ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടന്നത്. അതായത് ഭരണകൂടം പറയുന്നത് ആ പെൺകുട്ടിക്ക് മാനസികാരോഗ്യം ശരിയല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ അടിസ്ഥാനപരമായി വന്നിട്ടുണ്ടായിരുന്ന സമ്മർദ്ദം ഇനി ഒരു ഘട്ടത്തിൽ കൂടി അടുത്തൊരു മഹസാമിനി കൂടി സൃഷ്ടിക്കപ്പെട്ടാൽ ഇറാനിലെ ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. നമുക്കറിയാം, മഹസാമിനിയുടെ മരണത്തോടുകൂടി, കൊലപാതകത്തോടുകൂടി, അതൊരു ഭരണകൂട കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തോടുകൂടി 500-ലധികം വരുന്ന ഇറാനിലെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള മനുഷ്യാവകാശത്തിനെ സംരക്ഷിക്കണം, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ജയിലിലടയ്ക്കപ്പെടുകയും ഇപ്പോഴും അവർ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ അതിഭീകരമായ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് അന്ന് ആ പ്രതിഷേധങ്ങൾ നടന്നത്. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ അറസ്റ്റിലായ യുവതിയുടെ മോചനത്തിനായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ സർവകലാശാല ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാർ ഹിജാബ് ധരിക്കാത്ത വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു എന്നാണ് അവർ ആരോപിച്ചത്. ഈ യുവതിയെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇറാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് സത്യത്തിൽ സർക്കാർ ഈ പെൺകുട്ടിയെ മോചിപ്പിക്കുന്നത്. എന്തായാലും മുട്ടുകുത്തി, എന്നാൽ പിന്നെ മെനയ്ക്കൊന്ന് മുട്ടുകുത്തിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് മാനസിക വിഭ്രാന്തിയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുകയായിരുന്നു ഇറാനിലെ സർക്കാർ. എന്തായാലും ജുഡീഷ്യറി പെൺകുട്ടിയെ സ്വതന്ത്രയാക്കിയിരിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ജീവൻ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. തുടർന്ന് ഇന്നലെ പെൺകുട്ടിയെ വിട്ടയക്കാനും കേസെടുക്കാതിരിക്കാനും കോടതി ഉത്തരവിട്ടു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാനസികാരോഗ്യനില മോശമാണെന്ന് മനസ്സിലാക്കിയാണ് വിട്ടയക്കുന്നതെന്ന് ജുഡീഷ്യറി പറയുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നമുക്കറിയാവുന്നതാണ്, 79-ൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ മതഭരണകൂടം സ്ത്രീകൾക്കെതിരെ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. അത് സ്ത്രീയെ വെറും ചരക്കായി മാത്രം കണക്കാക്കുന്ന, സ്ത്രീയെ വെറും ഒരു ലൈംഗിക വസ്തുവായി മാത്രം കണക്കാക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീയെ ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ഇറാൻ ഒരു രാഷ്ട്രത്തിന് തന്നെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം സ്ത്രീകൾ മുഖാവരണം ധരിച്ചു മാത്രമേ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള സോക്കോൾഡ് താലിബാൻ നിയമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇറാനിൽ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരവസരത്തിൽ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതൊരു മതരാഷ്ട്രമാണ്. നമുക്കറിയാം, ഇറാഖും ഇറാനും ഒക്കെ വളരെ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഇറാഖിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ
പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സിലേക്ക് ആക്കാനുള്ള ബില്ല് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നിയമമാകുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇസ്ലാമിക, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം തന്നെ അധപ്പതിക്കുന്ന ഘട്ടത്തിൽ ഇറാനിൽ നിന്നും പ്രതിഷേധിച്ച, അതായത് അതിശക്തമായി പ്രതിഷേധിച്ച ഒരു സ്ത്രീയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നത് സത്യത്തിൽ അവിശ്വസനീയമെന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും നടപടി സദാചാര വിരുദ്ധമാണെന്ന് ഇറാൻ്റെ ശാസ്ത്രകാര്യമന്ത്രി ഹുസൈൻ സിമേയി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതുവരെ കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചിട്ടൊന്നുമില്ല, കുട്ടിയെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആക്കിയിട്ടില്ല. എന്തായാലും മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് അധികൃതരുടെ വിശദീകരണം ശരിയല്ല എന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സന്തോഷമുള്ള കാര്യം തന്നെ. 2022 സെപ്റ്റംബറിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇറാൻ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു. മഹ്സാമിനി എന്ന 22-കാരി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ഈ ഭരണകൂട കൊലപാതകത്തിനെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധത്തിനിടയാക്കി. ഇറാൻ സർക്കാർ വളരെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്ന അർമിത് ഗരാവന്ത് എന്ന ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിരുന്നു. കോമാ സ്റ്റേറ്റിലായിരുന്നു ഈ പെൺകുട്ടി, പിന്നീട് മരിച്ചു. അപ്പോൾ ഇനി ഒരു പെൺകുട്ടി കൂടി ഹിജാബിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടാൽ അത് ഇറാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിന് വലിയ രീതിയിലുള്ള പെരുദോഷമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒടുക്കം പെൺകുട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി. എന്തായാലും നല്ല സൂചനയാണ്. ഇങ്ങനെ ഉള്ള കഠിനമായ പ്രതിഷേധ രീതികൾ ആണ് എല്ലാ ഘട്ടങ്ങളിലും അതിതീവ്രമായ മതശാസ്ത്രങ്ങൾ മാത്രം തീ തുപ്പുന്ന പോലെ തുപ്പുന്ന മതഭരണകൂടങ്ങളെ നിലയ്ക്ക് നിർത്തുന്നത്. എന്തായാലും ആ പെൺകുട്ടിക്ക് എല്ലാവിധ ആശംസകളും. അതിഭീകരമായ മർദ്ദനം നേരിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇറാൻ ഒടുക്കം മുട്ടുകുത്തിയിരിക്കുന്നു.